ഇപ്പൊ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് നാടിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും സന്തോഷമായിട്ട് നമുക്ക് പറയുമല്ലോ, നമ്മുടെ ഒരു 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 പ്രൗഡായിട്ട് ഏറ്റവും ഫസ്റ്റിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിലൊന്നും എന്തായിരിക്കും? ചാലക്കുടിയിൽ വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയിട്ടുള്ള ഒരു കാര്യം. ഒന്ന്, ഞാൻ വരുന്ന സമയത്തൊരു വലിയ പ്രശ്നമാണ് ചാലക്കുടി അടിപ്പാത. ഒരു 10-15 വർഷക്കാലം അടിപ്പാത നിർമ്മാണം തുടങ്ങി നിലച്ച് കിടക്കുന്നു. ചാലക്കുടി എന്ന് പറയുമ്പോൾ അതൊരു ഭീകര രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷെ അതെനിക്ക് വളരെ സമയബന്ധിതമായിട്ട് അത് 2 വർഷത്തിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കാനായിട്ട് പറ്റി. പിന്നെ ഉണ്ടായ ഒരു കാര്യം, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോയപ്പോൾ അതിരപ്പള്ളിയിൽ പോത്തുപാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ചെന്നപ്പോൾ, അത് ആദിവാസി മേഖലയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു 10-23 കുടുംബങ്ങൾ, അവര് 2018 ഉരുൾപൊട്ടൽ ഷോളയാറിന്ന് അവർ വീട് നഷ്ടപ്പെട്ടു വന്ന ആളുകളാണ്. ഒരു 4 വർഷത്തോളമായി അവര് വീടില്ലാതെ ഒരു കുടിൽ കെട്ടി താമസിക്കുന്ന സ്ഥിതിയിൽ അവരെ കണ്ടു. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആ പ്രദേശത്ത് ആനയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്കൊരു ഭൂമിയും വീടും കൊടുക്കുക എന്നുള്ളത് അന്ന് അവരോട് പറഞ്ഞൊരു കാര്യമാണ്. അത് ചെയ്യാനായിട്ട് സാധിച്ചു. അവർക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്തു. അവർക്കിപ്പോൾ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിരപ്പള്ളിയിൽ തന്നെ വെട്ടുകാട് എന്ന് പറയുന്ന ഒരു ആദിവാസി ഉന്നതി ഉണ്ടായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര കൊല്ലമായിട്ടും കറണ്ട് എത്താത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ആ ഉന്നതിയിലേക്ക് നമുക്ക് കറണ്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയും. ഞാനത് വലിയ കാര്യമൊന്നുമല്ല, കാരണം നമുക്കൊരു 80 വർഷത്തോളമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, പക്ഷെ അവിടെ വൈദ്യുതി എത്തിയിട്ടില്ല. അത് ചാലക്കുടിയിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു 10-20 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വൈദ്യുതി എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 90 ലക്ഷം രൂപ നേരത്തെ ചിലവഴിച്ചിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു. 90 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് വൈദ്യുതി എത്തിച്ചു കൊടുത്തത്. അങ്ങനെ ഈ പ്രദേശത്തെ ഏറ്റവും അടിത്തട്ട് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ഈ സമയത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് ഏറ്റവും ഒരു ആത്മസംതൃപ്തി നൽകിയ കാര്യങ്ങൾ. തീർച്ചയായിട്ടും